ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ ഇപ്പൊ വന്നത് എന്താ അറിയോ? ഇന്നത്തെ എന്റെ ഈ വിഷയം അധികം ആളുകൾക്ക് ഇഷ്ടപ്പെടൂല. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ ഇപ്പോ എന്താ പറയാ, എല്ലാവർക്കും സംഘടനകളല്ലേ. അപ്പൊ എന്തായാലും ഇതിനൊരു വിമർശനം വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇനി അങ്ങനെ വന്നാലും ഞാൻ ഇപ്പോഴേ പറയുന്നു, ഞാൻ ആരെയും ചെറുതാക്കാനോ ആരെയും താത്തിക്കെട്ടാനോ ആര് വലുത് ആര് ചെറുത് എന്ന് പറയാനോ ഏത് സംഘടനയാണ് സത്യം എന്നുള്ളത് പറയാനോ ഒന്നും വന്നതല്ല. ഒരു ഹിന്ദുവായ ഒരു സഹോദരനെ പുള്ളിക്കാരന്റെ വീഡിയോസ് ഞാൻ മുഴുവൻ കണ്ടു. അപ്പോ എല്ലാം നല്ല മറ്റേ ക്വാളിറ്റി ഉള്ള വീഡിയോ ആണ്. എല്ലാം മാന്യതയും പുലർത്തിക്കൊണ്ടാണ് പുള്ളിക്കാരൻ വീഡിയോ എല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷെ അയാളുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്ക് ഇയാൾ പറയുന്നതെന്ന്. അങ്ങനെ ഒരു പ്രസംഗത്തിന്റെ ഒരു കട്ട് പീസ് അയാൾ വെക്കുന്നുണ്ട്. അയാളുടെ ചോദ്യത്തിന് ഞാൻ ഒരിക്കലും ഒരു തെറ്റും പറയില്ല. കാരണം അയാൾ ചോദിച്ചത് ഒരു മാന്യമായ ചോദ്യമാണ്. അപ്പൊ അതിനുള്ള ഉത്തരം എനിക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഈ പല സംശയങ്ങളും ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു ഉത്തരമല്ല നമുക്ക് കിട്ടുന്നത്. സംഘടനകൾ തമ്മിലുള്ള മത്സരവും പിന്നെ വാക്കേറ്റങ്ങളുമാണ് കിട്ടുന്നത്. അപ്പൊ കഴിയുന്നതും നമ്മളതിന്ന് ഒഴിഞ്ഞു പോവുക, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള നിലക്ക് ഒഴിഞ്ഞു പോവുകയാണ്. ഇപ്പൊ ഈ വീഡിയോ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോ നിങ്ങൾക്ക് നേരെ കുറെ പിടുത്തം കിട്ടും അതിന്റെ ഞാൻ പറയാൻ പോകുന്നതിന്റെ വിഷയത്തിന്റെ ഒരു രൂപം. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നോക്കട്ട. ഒരുപാട് ഈ വീഡിയോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കണ കാരണം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാന്ന് വെച്ചിട്ട് വന്നതാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ജീരാനി നിങ്ങൾ എത്തുണ്ട്. ഞാൻ ഒരു ആൺകുട്ടിയെ ആഗ്രഹിച്ചിരുന്നത് പെൺകുട്ടിയായി പോയി. അപ്പൊ അങ്ങനെ എടുത്തിട്ട് കൊണ്ടേക്കോ. അതിന്റെ മുണ്ടൊക്കെ ഇങ്ങനെ ആ ഭാഗത്തു നിന്നൊക്കെ മുണ്ടൊക്കെ നേരെ കിട്ടുകൊണ്ട് പോയിക്കോ. അത് ആൺകുട്ടി തന്നെയാണ്. കരി ചെന്നോക്കും ജനിച്ച പെൺകുട്ടി അവിടെ വീട്ടിലെത്തിയപ്പോൾ ആൺകുട്ടിയായിരിക്കും. എവിടെ കാണണ്ടെന്ന് എനിക്കറിയില്ല. അറിയുന്നവർ അത് മാന്യമായിട്ട് എനിക്കൊന്ന് കമന്റ് ചെയ്യുന്നുണ്ടോ ഇതിന്റെ ഒരു ഉത്തരം. പക്ഷെ ഇതിന്റെ സംശയം ഇത് മാത്രമൊന്നുമല്ല. ഈ പുള്ളിക്കാരൻ തന്നെ, ഈ ഉസ്താദ് തന്നെ പറയുന്നുണ്ട്, പിന്നെ CM മടവൂരാണ് മറ്റേ ലോകം നിയന്ത്രിക്കുന്നതും, അതായത് ഇവിടുത്തെ ട്രെയിനും പ്ലെയിനും ഒക്കെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ CM മടവൂരിന് എതിരൊന്നുമല്ല. നിങ്ങൾ അങ്ങനെ ആക്കി തീർക്കും വേണ്ട, ഇന്നൊരു സംഘടനയുടെ ആളാക്കും വേണ്ട, ഇന്ന ഇസ്ലാമെന്ന് ഇനി പുറത്താക്കും വേണ്ട. ഇനിയിപ്പോ നിങ്ങള് ചിലപ്പോ ഞാൻ ഇതിന്റെ ഈ സംശയങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വരുന്നൊരു ഉത്തരം എന്തായിരിക്കും എന്നറിയോ? പിന്നെ പുതിയ ആരിഫ് ഹുസൈനായിട്ടേ വന്നോന്നുള്ളത്. അപ്പൊ അത്തരം ലോ ക്ലാസ്ക്ക് ഇന്നങ്ങൾ താത്തിക്കെട്ടണ്ട. മറ്റേ ജാമിദടിയും ആരിഫിന്റെ ഒന്നും പിന്നെ ഫസലിന്റെ ഒന്നും ആ കസാരയിൽ എന്നെ കൊണ്ടുവരുത്തണ്ട. ഞാൻ പഠിച്ചൊരു വിശ്വാസം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഞാൻ മുജാഹിദാണെന്ന് ചോദിച്ചാൽ ഞാൻ മുജാഹിദ് എന്നല്ല. എന്ന് വെച്ച് മുജാഹിദ് മോശം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ എന്റെ വാപ്പാടെ വീട്ടുകാരും ഉമ്മാടെ വീട്ടുകാരും എല്ലാവരും സുന്നികളാണ്. അങ്ങനെ ഞാനും സുന്നി തന്നെയാണ്. ഞാൻ എന്താ പറയാ, മദ്രസയിൽ പഠിച്ച വിഷയങ്ങളും അതൊക്കെ തന്നെയാണ്. പക്ഷെ എവിടെ പഠിച്ചു, ഏത് സംഘടനയിൽ പഠിച്ചു എന്നല്ല. ഏത് സംഘടന ആയാലും ശരി, നമുക്കൊരു കാര്യത്തിന് ഉത്തരമില്ലെങ്കിൽ അത് അറിവില്ലവരോട് ചോദിക്കണം. അപ്പൊ ഇന്ന് ഇന്ത്യ അടുത്ത് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോൾ അതിൽ പല ഉത്തരവും വരും. മാന്യത അല്ലാത്ത ഒരു ഉത്തരം കമന്റും ഞാൻ അതിൽ വെക്കൂല, ഞാൻ ഡിലീറ്റ് ചെയ്യും. അല്ല, മാന്യമായിട്ട് നിങ്ങൾക്ക് അത് വിവരിക്കാൻ കഴിയൂച്ചെങ്കിൽ ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആക്കി നിങ്ങൾ ഇട്ടോ. പിന്നെ എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഈ അക്കൗണ്ടാണ്. ഇതിലേക്ക് നിങ്ങൾ പിന്നെ എനിക്ക് ആ വീഡിയോ ഒന്ന് പേഴ്സണലായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കായി പോസ്റ്റ് ചെയ്തിട്ട് ഇന്നെ ഒന്ന് മെൻഷൻ ചെയ്യേ, ടാഗ് ചെയ്യേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മതി. എനിക്കതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ഹിന്ദുവായ ഒരു സഹോദരന് ഈ സംശയം വന്നുകൊണ്ടു വെച്ചെങ്കിൽ ഇതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ഒരു മുസ്ലിമാന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്നിട്ട് കാര്യമില്ല. അപ്പൊ എന്റെ അറിവില്ലായ്മ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെന്ന് വെച്ചാൽ മതി. നിങ്ങൾക്ക് മാന്യമായിട്ട് ഉത്തരം പറയാൻ പറ്റിച്ച് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ CM മടവൂരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതും ഇവിടുത്തെ പിന്നെ ട്രെയിനും കപ്പലുകളും ഫ്ലൈറ്റും എല്ലാം നിയന്ത്രിക്കുന്നത്. ഈ ആളുടെ വീഡിയോ തന്നെ, ഈ മൊലിയരുടെ വീഡിയോ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. അതിന് പലതരത്തിലുള്ള ട്രോളും ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്നത് 2026 എന്ന് പോലും അറിയാതെ ഒരു മൈക്ക് കിട്ടുമ്പോൾ എന്തും വിളിച്ചു പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഒരാളെയും പ്രത്യേകിച്ച് വിമർശിച്ചിട്ട് പേരെടുത്ത് പറയുന്നില്ല. കാരണം അത് അപ്പൊ സംഘടനയുടെ ഇതിൽ പോകും. പിന്നെ ഇസ്ലാമെന്ന് പുറത്താക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ പുറത്താക്കിയാലും എനിക്കത് പ്രശ്നമില്ല. കാരണം ഞാനും അതിൽ നേരിട്ട് ആയിക്കോളാം. എന്റെ സംശയം എന്ന് ചോദിച്ചാല് ഈ CM മടവൂരിന്റെ ഇങ്ങനത്തെ കുറെ കറാമത്ത്, അതായത് ഇതിനിടക്ക് വേറൊരു മൗല്യര് പറഞ്ഞു. അതൊരു പാട്ടുകാരനാണ് ഈ വ്യക്തി. കടലാ CM എന്ന് അപ്പൊ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ വരി ഇതാണ്. പക്ഷെ ഇതിന്റെ പുള്ളിക്കാരന്റെ വേറെ ഹൈലൈറ്റ് വരി ഉണ്ട്. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആരാണ് CM എന്ന് ഞങ്ങളോട് ചോദിച്ച ആളുകളോട് ഞങ്ങൾ ഇതാ ഉത്തരം പറയുന്നു. ഞങ്ങളുടെ അള്ള
CM ആണ് എന്നുള്ള ഒരു പാട്ട് മൂപ്പർ ഇറക്കിയത്. അതായത് ഹു അല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വരിയ കയ്യിലുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എനിക്ക് എന്റെ നാവുകൊണ്ട് പോലും പറയാം, എന്താ പറയാ, അത്രയ്ക്കും പേടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വിശ്വാസം തന്നെ ഇല്ലാതെയാക്കും. ഞാനിപ്പോ പറയാൻ വന്ന വിഷയം എന്താ അറിയോ, ഇങ്ങനത്തെ കുറച്ച് വീഡിയോസുകൾ ഇറങ്ങിയിരുന്നു. അപ്പൊ കാണിക്കാനാണ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എന്താ പറയാ പ്രാസംഗികരുണ്ട്. അതായത് പിന്നെ 1 കബീർ ബാക്കവി, 2 നൌഷാദ് ബാക്കവി, 3 സിറാജ് കാസ്മി, 4 സിൻസാറുൽ ഹക്ക്, 5 പിന്നെ നമ്മുടെ അൻസാരി. പിന്നെ പുള്ളിക്കാരന് വേറെ എന്തോ പേരുണ്ട്. പുള്ളിക്കാരന്റെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ വീഡിയോസ് ഇല്ലേ, ഞാൻ കണ്ടാൽ എന്തായാലും അതെന്താ വിഷയം എന്നെങ്കിലും ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് പറയാനുള്ളത് മതമുള്ളൂ, മനുഷ്യരെ കുറിച്ചുള്ളൂ. അല്ലാതെ അവർക്ക് ഇങ്ങനത്തെ കുറെ കഥകളൊന്നും പറയാല്ല. അതുകൊണ്ട് അത് കേട്ടിരിക്കാനും നല്ലൊരു ഫീലാണ്. പക്ഷെ ഈ ഇങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്, ഈ CM മടവൂര് എന്ന് മാത്രം പറഞ്ഞിട്ട് അള്ളാനേക്കാ ഉയരത്തിൽ വെച്ചിട്ടുള്ള കുറെ പാട്ടായിട്ടും കഥകളായിട്ടും ഒക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്നിന് പോലും എന്താ പറയാ ഒരു വിമർശനത്തിന്റെ ഭാഗമായിട്ടില്ല, ഞാൻ ഒരു കമന്റ് ഇട്ടിട്ടില്ല. പക്ഷെ എന്റെ ഒരു ചോദ്യം എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് എടുക്കുക ആളുകൾ എന്നുള്ളതും അറിയില്ല. പക്ഷെ ഞാൻ ഇപ്പൊ രണ്ടും കളിപ്പിച്ചിട്ട്, അതായത് ഒരു ഹിന്ദുവായ ഒരു സഹോദരന്റെ ഒരു സംശയത്തിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഇതിനൊക്കെ ഒരു ഉത്തരം ആരെങ്കിലും തരണം. അതിന്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഞാൻ ഇപ്പൊ ഫസ്റ്റ് ഇട്ട വീഡിയോ തന്നെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു പെൺകുട്ടി ജനിച്ചു, അപ്പൊ അയാൾക്ക് പെൺകുട്ടിനെ ആവശ്യമില്ല, ആൺകുട്ടിനെ വേണ്ടത്. അപ്പൊ ഒരു തങ്ങളേത്ത് പോയിട്ട് പുള്ളിക്കാരൻ സങ്കടങ്ങൾ പറഞ്ഞു, എനിക്ക് ഒരു ആൺകുട്ടിയായിരുന്നു വേണ്ടത്, എനിക്ക് പെൺകുട്ടി പിന്നെ വേണ്ട. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള സങ്കടം ബോധിപ്പിക്കാൻ ഈ തങ്ങളെടുത്ത് പോയപ്പോ തങ്ങൾ എന്ത് ചെയ്തു, ആ കുട്ടിയുടെ പിന്നെ കയ്യിലെടുത്തിട്ട് ആ ഡ്രസ്സൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടുപോയിക്കോ, ഇത് ആൺകുട്ടിയാണ്, സുബ്ഹാനല്ലാഹ്, അത് ആൺകുട്ടിയായി എന്നാണ് ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ അല്ലേന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞത്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇസ്ലാമിലുണ്ടോ? ഖുർആനിലോ ഹദീസിലോ എവിടെയെങ്കിലും രേഖപ്പെടുത്തിക്കണോ? ഞാൻ ഒരു സുന്നിയായിട്ട് ജീവിക്കുന്ന ഒരാളൊക്കെ തന്നെ കേട്ടോ. പക്ഷെ ചില ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരമല്ല. ഇതിന്റെ ഉത്തരല്ലേ, ഞങ്ങൾ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കേണ്ട ഇടയിൽ ഒരു ദിവസം ഈ ചർച്ച വന്നു. ഈ ചർച്ച വന്ന സമയത്ത് ഞാൻ ഇതുപോലെ അവിടുന്ന് ഒരു മിസ്രിനെ കണ്ടു, ഒരു ഖത്തറിനെ കണ്ടു, ഒരു യമനെ കണ്ടു, ഒരു ഫലസ്തീനെ കണ്ടു. അവരെന്റെ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ എന്റെ കൺമുന്നിൽ കണ്ട സമയത്ത് ഞാൻ എന്ത് ചെയ്തറിയോ, ഞാൻ അത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, പിന്നെ ഈ CM ഫോട്ടോ കാണിച്ചു കൊടുത്തു, അതേമാതിരി വേറെ 1-2 ആൾക്കാരെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ കാണിച്ചു കൊടുത്തു. CM മടവൂര് കേരളത്തില് പിന്നെ ഒരുപാട് ആളുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെയാണ്. അവരിൽ തന്നെ ഒരു വിഭാഗം അള്ളാഹുവിനോട് അത്രയും ഇഷ്ടപ്പെട്ട് ആരാധനയോടെ ജീവിച്ചൊരു മനുഷ്യരാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിന്റെ പേരിൽ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ചെയ്ത് മാന്യമായി നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇവരെന്നെയാണ് പടച്ചോനെ എന്നും പറഞ്ഞിട്ട് പടച്ചോനേക്കാൾ മുകളിൽ വെച്ച് നടക്കുന്ന വേറൊരു വിഭാഗമുണ്ട്. സത്യത്തില് നിങ്ങൾ ഖുറാനും ഇതൊക്കെ പഠിച്ചതല്ലേ? അപ്പൊ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞുതരോ, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ വ്യക്തികളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിക്കണോ ചോദിച്ചു. അപ്പൊ അയാൾ ചിരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കത് ബുദ്ധി ഇല്ല ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഞാൻ പറഞ്ഞതോ എന്റെ വിശ്വാസമോ അല്ല, ഇങ്ങനെ എന്റെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് കേരളത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കേരളത്തിൽ ഇവർ പറയുന്നത് പ്ലെയിന് നിയന്ത്രിക്കുന്ന ആളാണ്, കപ്പൽ നിയന്ത്രിക്കുന്ന ആളാണ്, കടലിനെ കരയാക്കാനും കരയെ കടലാക്കാനും കഴിവുള്ള ആളാണ്, പെൺകുട്ടിയെ ആൺകുട്ടിയാക്കാനും ആൺകുട്ടിയെ പെൺകുട്ടിയാക്കാനും, ഗർഭിണിയായി തന്നെ ഇരിക്കുന്ന സമയത്ത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ വേണ്ട അതൊക്കെ കൊടുക്കാൻ കഴിവുള്ള ആളാണ്. പിന്നെ അതേപോലെ തന്നെ മഹ്ശറിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്റെ ആളുകളെ ഞാൻ സംരക്ഷിക്കും എന്ന് വാക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തില് ഒരു വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ നിങ്ങളെ ഏതെങ്കിലും നല്ല രൂപത്തിലോ അതല്ലേ വേറെ രൂപത്തിലോ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കുറിച്ച് കേട്ടുകൊണ്ടു വെച്ചു. അപ്പൊ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല, പിന്നെ ഇത് ഖുർആനിൽ ഇല്ലേനു, അതൊന്നും മുസ്ലിം അല്ല എന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, ഇത് അവരുടെ ഒരു വിശ്വാസമാണ്. പക്ഷെ അവരും ഞാനും നിങ്ങളും മുസ്ലിം ആയതിന്റെ പേരില് മുസ്ലിമില് എത്രയായാലും 2 തരം വിശ്വാസങ്ങളില്ലല്ലോ, 2 തരം ദൈവങ്ങളും ഇല്ല. ആ കാര്യത്തിലും എനിക്ക് ഉറപ്പാണ്. അപ്പൊ എന്റെ ഒരു സംശയം, കാരണം നമ്മൾ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിവിലില്ലാത്തൊരു കാര്യമാണ് എങ്കിലും വെച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവർക്ക് ഈ വീഡിയോ കേൾക്കാൻ പോലും ചിലപ്പോ എന്താ പറയാ നിങ്ങളെ മനസ്സ് സമ്മതിക്കൂല. കാരണം എന്താ, അള്ളാഹ് CM-നെ പറയുന്നത് അല്ലെങ്കിൽ ദീനിനെയാണോ പറയുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്ക് കേൾക്കാനോ അതിനൊരു കമന്റ് എഴുതാനോ നിങ്ങൾക്ക് എന്താ പറയാ ധൈര്യം വരില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസമാണ്. പക്ഷെ പടച്ചോൻ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ, പടച്ചോൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഖുർആൻ മാത്രം വായിച്ചാൽ മതി എന്നല്ല.
എല്ലാതും വായിച്ചു പഠിക്കാനാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നിനക്ക് ഏതാണോ ഉത്തമ ബോധ്യവും സത്യവും എന്ന് നീ തിരഞ്ഞെടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. നിന്നോട് ചിന്തിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അതാണ് മനുഷ്യനോട് പടച്ചോൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഖുർആൻ മാത്രം പഠിക്കാനൊന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല എന്താന്ന് ചോദിച്ചിട്ട് ഒരു മുസ്ലിമായ ഖുർആൻ വായിച്ച് പഠിക്കണം എന്ന് പറയുന്നതിൽ അതിലുള്ള നല്ല സന്ദേശങ്ങൾ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളതിലേക്കാണ് ഖുർആൻ പഠിക്കാൻ പറഞ്ഞത്. കൂട്ടത്തിൽ ഇതൊക്കെ ഇപ്പൊ ആ കബീർ ബാക്കി ഉസ്താദൊക്കെ പിന്നെ എന്താ പറയാ രാമായണമൊക്കെ ചെല്ലണ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് നോക്കി നിൽക്കും. ചിലപ്പോ ഒരു അത്ര ഈണത്തിൽ ഒരു ഹിന്ദു പോലും ചെല്ലണ നമ്മൾ ആരും മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല. അത് പടച്ചോന്റെ അടുത്ത് മാത്രമുള്ള ഒരു അറിവാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മിക്ക മുസ്ലിങ്ങളും. പക്ഷെ ഇവര് വന്നിട്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം നടന്ന കഥയാണ്, അത് മറ്റേ ഇന്ന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇവര് പിന്നെ വരയിട്ട് പറയുമ്പോ ഇപ്പുറത്ത് ഖുറാനിൽ പറയുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ സൂറത്തുൽ ലുക്മാനിൽ പറയുന്നത് ഈ ഒരു പരമരഹസ്യങ്ങളെ അത് അള്ളാന്റെ കൺട്രോളിൽ മാത്രമുള്ള കാര്യങ്ങളാണ് 5 കാര്യങ്ങൾ എന്നുള്ളത്. ആ 5 കാര്യങ്ങളാണ് ഇവരിത് പറയുമ്പോ അപ്പൊ എന്റെ ചോദ്യം ഖുർആനാണോ ഇവരാണോ പറയുന്ന സത്യം എന്നുള്ളത്? അതിന് മാത്രം ആൻസർ തന്നാൽ മതി. ഇനി ഇതിന് ആൻസർ തരുമ്പോ ആരിഫ് ഹുസൈൻ സ്റ്റേജുമ കയറിയമാരുള്ള മറുപടി ഒന്നും പറയരുത്. ഇതിന്റെ ഒരു ഭംഗിയിലും മനസ്സിലാകുന്ന രീതിയിലുമുള്ള ഒരു ആൻസർ തരണം. എനിക്കൊരൊറ്റ ഉത്തരം കിട്ടിയാൽ മതി. ഇവർ ഈ വാദിക്കുന്നതിൽ നിങ്ങൾ എത്ര ആളുകൾ ശരിവെക്കുന്നുണ്ട്. ഇനി എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ്, അവർക്ക് ഇങ്ങനെ ഉണ്ട്, അവിടെ അങ്ങനെ നടന്നേക്കണു എന്നുള്ള കഥകളാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് കേൾക്കണ്ട. അതായത് അമ്പിയാക്കളിലും ഔലിയാക്കളിലും ഒക്കെ വിശ്വാസം പിന്നെ ബഹുമാനമുള്ള ആൾ തന്നെയാണ്. ഞാൻ ഇവരൊന്നും വിശ്വസിക്കുന്നില്ല എന്നല്ല. ഇന്റെ ഒരു വിശ്വാസവും ഇന്റെ ഒരു സംശയമാണ് കേട്ടോ. ഈ CM മടവൂര് പോലും അറിയാതെയാണ് പിന്നെ ഈ CM മടവൂരിന്റെ പേരിൽ ഇത്ര കഥകളും കള്ളക്കഥകളും പലരും അടിച്ചിറക്കുന്നത്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. കാരണം എന്താ പറയുക, CM മടവൂരെ എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. 24 മണിക്കൂറും യൂട്യൂബില് ഈ CM മടവൂരിനെ കുറിച്ച് മാത്രം പറഞ്ഞ് നടന്നിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ ഭാര്യ ഇപ്പൊ അടുത്ത് ഒരു പ്രസവത്തിലാണ് മരണപ്പെട്ടത്. അത് എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഇതിന് വേദന ഇളകിയിട്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ല. പിന്നെ വീട്ടിൽ വെച്ചിട്ട് തന്നെ പ്രസവം നടത്തി. പുള്ളിക്കാരൻ CM മടവൂര് നോക്കിക്കോളും. അതിന്റെ ഒരു ബർക്കത്തുണ്ട്. അപ്പൊ അതിന്റെ ഒരു ശക്തി എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് സ്വയം വിശ്വസിച്ചുകൊണ്ട് പിന്നെ പുള്ളിക്കാരൻ വൈഫിനെ വീട്ടിൽ പ്രസവിപ്പിച്ചു. പക്ഷെ ആ പ്രസവത്തോടു കൂടെ ആ വൈഫ് മരിച്ചു. ആള് ജയിലിലും പോയി. ആ മനുഷ്യനെ അവരുടെ അളിയനും വൈഫിന്റെ ആളുകളും ഒക്കെ വന്നിട്ട് പിന്നെ തല്ലും ചീത്ത പറയും ഒക്കെ ചെയ്യുന്നത് പലതരത്തിലുള്ള വീഡിയോസ് ആയിട്ട് പുറത്തിറങ്ങിയത് നമ്മൾ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിറാജ് കാസിം ഉസ്താനായിട്ടൊക്കെ പിന്നെ അങ്ങനെ ഞാനൊരു ബന്ധമുണ്ട്. ആളെ പുള്ളിക്കാരൻ ഞാൻ മണ്ണാർക്കാട് വന്ന് പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ഞാൻ ഹോട്ടൽ റൂമിൽ നിന്നൊക്കെ പുള്ളിക്കാരൻ നേരിട്ട് പോയിട്ട് കണ്ട് സംസാരിച്ച് പുള്ളിക്കാരൻ ഇവിടെ പ്രസംഗത്തിന് വന്ന സമയത്ത് അതിന്റെ മുമ്പായിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു ഉസ്താദ് ഇങ്ങോട്ട് മണ്ണാർക്കാട് വരുമ്പോ പറയുകൊണ്ടിരുന്നത്. അങ്ങനെ മറ്റേ ഉസ്താദ് ഇവിടെ വന്ന സമയത്ത് എന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു. എന്നിട്ട് ഉസ്താദിന്റെ റൂമിൽ ഇരുന്ന് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിട്ടൊക്കെയാണ് ഞാൻ അവിടുന്ന് അന്ന് പോകുന്നത്. കുറച്ച് മുമ്പാണ് സംഭവം. അപ്പൊ എന്നെ ഇസ്ലാം വിരോധി ആക്കുന്നവർക്കും മറ്റേ CM മടവൂര് വിരോധി ആക്കുന്നവർക്കും സംഘടന മറ്റേ വിരോധി ആക്കുന്നവർക്കും ഒക്കെ നിങ്ങൾക്ക് എന്ത് വേണേലും ആക്കാം. പക്ഷെ എനിക്ക് ഒറ്റ കാര്യത്തിലേ സംശയമുള്ളൂ. ഇതിനുള്ള ഒരു ആൻസർ മാന്യമായിട്ട് തരാൻ പറ്റിച്ചേ നിങ്ങൾ തന്നാ മതി. അല്ലാതെ ഞാൻ നിങ്ങളോട് തർക്കിക്കാനും ഇല്ല, ഞാൻ നിങ്ങളെ മറ്റേ അംഗീകരിക്കാനും ഇല്ല, നിഷേധിക്കാനും ഇല്ല. പക്ഷെ മുസ്ലിം അല്ലാത്തൊരു വ്യക്തി അങ്ങനെ ഒരു സംശയം ചോദിച്ചാൽ അത് മാന്യമായി പറഞ്ഞു കൊടുക്കേണ്ട കടമയും ഒരു മുസ്ലിമായ നിങ്ങൾക്കും എനിക്കും ഉണ്ട്. പക്ഷെ എനിക്കത് അറിയില്ല അതിന്റെ ഉത്തരം എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് അറിയോ എന്നുള്ളതും എനിക്കറിയില്ല. നിങ്ങളെ അറിവിലുള്ളതാണെങ്കിൽ നിങ്ങളത് പറയും. കാരണം നിങ്ങൾക്ക് മയക്കുമ്പോ കയറിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി. ഇങ്ങനത്തെ കഥകള് എയർപോർട്ട് കടത്തിയതും കപ്പലിന്റെ മറ്റേ ഇഞ്ചനിൽ തച്ച് ഇഞ്ചൻ ഷാർട്ടാക്കിയതും അങ്ങനത്തെ കുറേ കഥകളുണ്ട്. അതിന്റെ ഒന്നും പുറകെ ഞാൻ പോണില്ല. പക്ഷെ ഇതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണ് ഇത് സത്യസന്ധമായിട്ടുള്ള കഥകളാണോ എന്നുള്ളത് മാത്രം എനിക്കറിഞ്ഞാൽ മതി. അതിനൊരു ഉത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരും. ഇന്റെ മാത്രമല്ല ഒരു അന്യമതസ്ഥനായ ഒരു സഹോദരനുള്ള സംശയം കൂടിയാണ്. ഞാൻ ഇതിന്റെ മാന്യമായ ഉത്തരം എവിടുന്ന് ആരിൽ നിന്ന് കിട്ടുന്നോ കേൾക്കുന്നോ അന്ന് ഞാൻ ഈ സഹോദരന് ഇത് അയച്ചു കൊടുക്കും ചെയ്യും. ഇങ്ങനെയാണ് കാര്യങ്ങള് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നിങ്ങളെ അറിവിൽ നിങ്ങൾക്ക് ജനുവിനാണ് എന്ന് തോന്നിയ വല്ല ഉസ്താദുമാരോ അല്ലെങ്കിൽ മറ്റേ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അറിവിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ ഈ വീഡിയോയുടെ ഉത്തരം മാന്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് നിങ്ങളെ കണ്ണിൽ പെട്ട അയച്ചു തരുന്നുണ്ട്. എന്റെ കണ്ണിലാണ് ആദ്യം പെടുന്നത് വെച്ചെങ്കിൽ ഞാൻ അതിന്റെ അഭിപ്രായം മാന്യമായിട്ട് പറയും. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് വേറെ കാര്യം കാണിച്ചാലോ ഞാൻ ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാം.